ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറുപയർ വെച്ചിട്ട് അടിപൊളി വിഭവമാണ്. അപ്പോൾ ചെറുപയറൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരുപാടുണ്ടാവില്ലേ, കറിയും ഉപ്പേരിയും എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ പായസം റെഡിയാക്കി എടുത്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പായസം ഒന്ന് റെഡിയാക്കി നോക്കാം. നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന പായസത്തിൻ്റെ സെയിം ടേസ്റ്റ് അനുസരിച്ച്, ചെറുപയർ പരിപ്പ് എന്ന് പറഞ്ഞത് ഈ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെറുപയർ വെച്ചിട്ട് പായസം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. നമ്മൾ ഈ പായസം റെഡിയാക്കി എടുക്കുന്നത് കുക്കറിൽ ഈ ഒരു ചെറുപയർ ആദ്യം വേവിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. നമ്മളിത് പരിപ്പ് ആദ്യം ഇതിന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ ആ ഒരു ചെറുപയർ പരിപ്പ് പായസം ഉണ്ടല്ലോ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ചെറുപയർ ഒരു പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ആ ഒരു പച്ച കളർ പോയിട്ട് ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ സ്മെല്ലൊക്കെ മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ. ചെറുതായിട്ട് കളർ ചേഞ്ചൊക്കെ വരും. അതുവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നേരിട്ട് കുക്കറിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടാകുമ്പോൾ പായസം കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ തൊലിയൊക്കെ കുടുങ്ങിയിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ മാക്സിമം ഒഴിവാക്കി കഴിക്കുമ്പോഴാണ് പായസത്തിൻ്റെ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇത് റോസ്റ്റായിട്ട് വന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയത് വന്നത് കണ്ടോ. ഇത് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, നമ്മൾ പൊടിക്കുന്ന ജാറ്, അതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കും. നല്ല ചൂടോടെ ഇട്ട് കൊടുക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് നമ്മുടെ പൾസ് ബട്ടൺ ഉണ്ടല്ലോ, വിപ്പ് ബട്ടൺ, അത് പ്രസ് ചെയ്തിട്ട് ഒരു 2-3 തവണ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക വിടുക ആ രീതിയിലൊന്ന് ചെയ്തെടുക്കുക. അല്ലാതെ നമ്മൾ 1-2 സ്പീഡിലിട്ടിട്ട് കറക്കി എടുക്കരുത്. അപ്പോൾ അത് പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. പൾസ് ബട്ടൺ നെക്കിയിട്ട് ഇങ്ങനെ മെല്ലെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ പരിപ്പ് രീതിയിൽ കിട്ടും. നിങ്ങളിങ്ങനെ ചേറുക എന്ന് പറയും ഇവിടെയൊക്കെ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നറിയില്ല, എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ അതാകുമ്പോൾ അതിൻ്റെ തൊലി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. അങ്ങനെ ആ തൊലി കളയണം. ഈ ഒരു പണി മാത്രമേ ഇതിന് എക്സ്ട്രാ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു തൊലി ഇതുപോലെ ചേറിയിട്ട് കളയും. എന്നാലും ചിലതിൻ്റെ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കഴിയില്ല. എന്നാലും മാക്സിമം നമുക്കതിൻ്റെ തൊലി ഇതിന്ന് കളഞ്ഞെടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ. അപ്പം അത് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങളുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ നമ്മുടെ ഇടിക്കല്ലുണ്ടല്ലോ ഒക്കെ ചതക്കുന്നത്, അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു കവറിലോ എന്തിലോ ഇട്ടിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴും ഇത് നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ പൾസ് ബട്ടൺ നിൽക്കിയാൽ തന്നെ മതി. നമ്മൾ കൂടുതൽ സമയം മിക്സിയിലിട്ട് കറക്കി എടുക്കാതിരുന്നാൽ മതി, എന്നാൽ തന്നെ പൊടിയാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഉണ്ടോ, ഞാനിതെല്ലാം അങ്ങനെ ചേറിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ ഉണ്ട് തൊലിയുള്ളത്, ബാക്കിയെല്ലാം ഞാൻ അങ്ങനെ ചെയ്തിട്ട് എന്നിട്ട് നമുക്കൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വലിയ കുക്കർ തന്നെ എടുക്കട്ടെ, ഇതൊക്കെ വേവിക്കുന്ന സമയത്ത് കുക്കറിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് ചെറുപയറെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കുറയാതെ വേണം ശ്രദ്ധിക്കാനായിട്ട്. വെള്ളം കുറഞ്ഞു പോയാൽ അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ടൊരു 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള ശർക്കര ഒരു 9 അച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്കൊരു 2 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് പോവാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചെറുപയർ വേറൊരു ബൗളിലോ പാത്രത്തിലോ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ, നിർബന്ധമില്ല. അപ്പോൾ അതാ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. 3 വിസിൽ വന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം കേട്ടോ ഞാനത് ഓപ്പൺ ആക്കി എടുത്തിട്ടുള്ളത്. പ്രഷർ പോവാതെ ഓപ്പൺ ആക്കരുത്, അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. ഇതിൽ വേണ്ട വെള്ളമൊന്നും പൊട്ടില്ല. നമ്മളിതിൻ്റെ ഇരട്ടിയായിരുന്നു വെള്ളം എടുത്തിട്ടുണ്ടെന്ന്, അടിയിൽ പിടിച്ചിട്ട് പോയില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുക്കിയ ശർക്കര ഉണ്ടല്ലോ, അത് ഇതിലൂടെ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലൂടെ ഒഴിച്ചു കൊടുക്കാം. അത് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ശർക്കരയും ചെറുപയറൊക്കെ നന്നായിട്ടൊന്ന് കമ്പൈൻ ആവുന്ന രീതിയിൽ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അടിക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. അത് നന്നായിട്ട് തിളച്ച് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അത് വേറെ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു 4 പാക്കറ്റ് പാലും പിന്നെ ഒരു 2 കപ്പ് വെള്ളവും ചേർത്തിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. 4 പാക്കറ്റ് പാൽ എന്ന് പറയുമ്പോൾ 2 ലിറ്റർ പാലാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 4-5 ഏലക്കായ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ നിങ്ങൾക്ക് ചുക്ക് പൊടി അതുപോലെ ചെറിയ ജീരകം പൊടിച്ചത് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഈ ഒരു ചെറുപയറൊക്കെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഇവിടെ ചേർക്കുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു ചെറുപയർ വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാലിൽ കിടന്നിട്ട് ഒരു 5-6 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെടുക്കുന്ന പാലിനും അതുപോലെ വെള്ളത്തിനും അനുസരിച്ചിരിക്കും ഇതിൻ്റെ തിക്നെസ് ഇരിക്കുക. അപ്പോൾ ഞാനിതൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കുറച്ചൊക്കെ ലൂസായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കൂടി പോകണ്ട കേട്ടോ, കൂടി പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. 2 ടേബിൾ സ്പൂൺ തന്നെ മതി. അത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു അരിപ്പൊടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട കുത്തും, അത് ശ്രദ്ധിക്കുക. അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ കറക്റ്റായിട്ട് അതിൽ കട്ട കുത്താതെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ അരിപ്പൊടിക്ക് പകരം റവയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല തിക്കായിട്ട് വന്നിട്ട് ഇത് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ അരിപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ വറവിടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല ചെറുപയർ പായസത്തിൻ്റെ അതേ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങാക്കൊത്ത് ഒരു അരക്കപ്പൊക്കെ തേങ്ങാക്കൊത്തുണ്ടാവും. അപ്പോൾ അത് ഈ നെയ്യിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേണമെങ്കിൽ അതും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആവുന്ന ഒരു സമയത്താണ് അതിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പായസത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടോടെ കിട്ടുന്നത് നമുക്ക് പായസം അങ്ങോട്ട് വിളമ്പാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് തയ്യാറാക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ചെറുപയർ വെച്ചിട്ടും പായസം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഇത്രയും തിക്നെസ്സിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര തിക്നെസ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്തത് കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഇതിനനുസരിച്ച് നിങ്ങൾക്ക് അരിപ്പൊടി എടുത്തിട്ട് ചേർത്താൽ മതി. തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ടൈറ്റായി വരുമല്ലോ. അപ്പോൾ അത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക്